ഹലോ ഗായ്സ്, ഇറ്റ്സ് ആർ ബി ഹിയർ. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ ക്രിസ്മസ് റാപ്പ് 2024 ആണ് ചെയ്യുന്നത്. ഇതിൽ പലതും എല്ലാതും അങ്ങനെ ഇൻക്ലൂഡഡ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. എൻ്റെ കണ്ണിൽപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹൈ റോഡിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നക്ഷത്രവും ലൈറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈ റോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേത്തർ ബസാറിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഈ സ്റ്റാറിൻ്റെ കളക്ഷൻ ഭയങ്കര കുറവായിട്ട് തോന്നി എനിക്ക്. അവിടെ മേത്തർ ബസാറിലെ വീഡിയോയിൽ കുറേ സ്റ്റാർസ്, പല ടൈപ്പ് സ്റ്റാർസൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കുറവായിട്ട് തോന്നി. ഇങ്ങനെ നമ്മൾ മാലബൾബ് നോക്കി നടക്കുകയാണ്. നമ്മുടെ മാലബൾബ് ഉള്ളതൊന്നും കത്തണില്ല ഇക്കൊല്ലം നോക്കിയപ്പോൾ. അപ്പോൾ ഒരു മൾട്ടി കളർ മാലബൾബ് നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ അപ്പനും കൂടിയാണ് പോയത്. അപ്പം പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോയ്ക്ക്, ഞാൻ മാത്രം പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കടകളൊക്കെ നോക്കി നോക്കി കടകളായ കടകൾ മൊത്തം കയറി നമ്മൾ ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് കണ്ട, ഈ ലൈറ്റ് എന്താ സംഭവം എന്ന് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ കുറേ നേരം ഇത് തന്നെ നോക്കിയിരുന്നു. ഒരു കട്ട കട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ലൈറ്റ് എങ്ങനെയാണ് അത് ഇടുക? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, എനിക്ക് പറഞ്ഞു തരണേ. എങ്ങനെ അത് ഇടാതെ എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഞങ്ങൾ തെണ്ടി ഇതേ ഒരു ഷോപ്പിലെത്തി. കറക്റ്റ് നല്ല സ്പോട്ടിൽ തന്നെ വന്നു എന്ന് വേണം പറയാൻ. ഞങ്ങളവിടെ വന്ന് ലൈറ്റ് ഇതേ ആ ചേട്ടൻ കുത്തിയൊക്കെ കാണിച്ച് തരുന്നുണ്ട്. ഞങ്ങൾ മേടിച്ച ലൈറ്റ് തന്നെയാണ് അത് കത്തണുണ്ടെന്ന് കാണിച്ചു തന്നത്. ഇതേ മൾട്ടി കളറുണ്ടായിരുന്നു. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമായി, അപ്പനും ഇഷ്ടമായി. എത്രയും 350 അത്രയും കണ്ട് ആയുള്ളൂ. അപ്പോൾ അതെടുത്തോളം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ അവിടെ തന്നെ വേറൊരു നല്ല ലൈറ്റ് കണ്ടപ്പോൾ അതും മേടിച്ചു, ഒരു വൈറ്റ്. അപ്പോൾ കറക്റ്റ് ഉണ്ട്. ഒരു ഫാമിലി വന്നിട്ട് പറയണു, ചേട്ടാ 2 ദിവസം മുന്നേ അവിടെ നിന്ന് മേടിച്ച കത്തണില്ല. അപ്പം തന്നെ ഞങ്ങൾക്ക് എന്തോ പോലെ ആയിട്ടുണ്ട്. ആവട്ടെ എന്ന് വിചാരിച്ച് മേടിച്ച് കൊണ്ടുവന്ന് ഫുള്ള് ഇട്ടു. 2 ദിവസത്തിനുള്ളിൽ അത് കത്താണ്ടായി. അങ്ങനെ ഞങ്ങൾ അമ്മളി പറ്റി സാധനം മേടിച്ച് കൊണ്ടുപോകുന്നു. എന്ത് പറയാനാ. പിന്നെ അതേ ഇവിടെ ആ വഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ, ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ സ്റ്റാർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആരെങ്കിലും മേടിച്ചോളൂ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ ഒരു ചേട്ടൻ മറ്റേ തുടയ്ക്കണ സാധനം ഭയങ്കര അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. എത്ര 100-150 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുടയ്ക്കാം, ഇവിടെ തുടയ്ക്കാം, അങ്ങനെയല്ല നല്ലോണം തുടയ്ക്കാം, ഇങ്ങനെ ഒടിച്ച് മടക്കി തുടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആണെങ്കിൽ കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അത് നോക്കി നിൽക്കുന്നുണ്ടായി. ഇപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആ ചേട്ടനൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് മേടിച്ചൊന്നുമില്ല ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുന്നു. അതേപോലെ അയച്ച് കഴിയാം. വാഷുള്ള കൈയുടെ യൂസ് ചെയ്താൽ 10 റേറ്റാണ്. സ്റ്റൈലിഷ് സ്റ്റീല തുരുമ്പെടുക്കില്ല. ഇത്ര ഐറ്റ് പോകും. ഇത്ര ഐറ്റ് കേട്ടോ, 10 റേറ്റ്. യെസ്, ഓഫ് ഇട്ടുകൊണ്ട് 300-400 ലിറ്റർ പീസ് 150 ചെറുതാക്കി. ഇത് സ്റ്റാർ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറിയതാണ്. പക്ഷേ അവിടെ അത്ര കളക്ഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് മേടിച്ചില്ല. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്, വീഡിയോയുടെ മുന്നിൽ കാണിച്ചത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങണതിൻ്റെ അവിടെയാണ് കേട്ടോ, മെയിൻ റോഡ് അവിടേക്ക് എത്താറാവുമ്പോൾ അവിടെ 100 രൂപയ്ക്ക് 2 ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളക്ഷൻ. ചേച്ചിമാരൊക്കെ കുറേ പേര്. ജെൻസിൻ്റെ ചെരുപ്പിന് ഒരെണ്ണത്തിന് കണ്ട 100 രൂപ. പക്ഷെ ലേഡീസിൻ്റെ തന്നെ 2 എണ്ണത്തിന് 100 രൂപയോളം. അതായത് ഒരു ചെരുപ്പ് 50 രൂപയ്ക്ക്. അപ്പം ഞാൻ എന്തേ 2 എണ്ണം മേടിച്ച്, തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയണ പോലെ ഭേദത്തിൽ മേടിച്ച 2 എണ്ണം ഉള്ളത് വേണം വീട്ടിലൊക്കെ എഴുതിട്ട് നടക്കാനോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അക്ഷയ കയറി ഫുഡൊക്കെ അടിച്ച് ഇറങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും കൂടെ ഓട്ടോയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ ഹൈ റോഡ്.
അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ നേരെ പുത്തമ്പള്ളിക്ക് വിട്ടു. പുത്തമ്പള്ളിയിലെ കൂടാണ് ഈ കാണുന്നത്. പിന്നെ അതേ കൂട് മത്സരത്തിൻ്റെ കൂടുകളാണ് ഇത്. നമ്പറൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാ കൂടുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഈ കൂട്ടിൽ വെച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ രൂപങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം പോലെ തോന്നി. ചിലപ്പോൾ വേറെ ടൈപ്പ് സെറ്റായിരിക്കും. മാലാഖയൊക്കെ ഉടുപ്പിട്ട പോലത്തെ മാലാഖ. ഈ ഇത് കണ്ടോ, ഇതിൽ ലൈവ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ, ലൈറ്റൊക്കെ ഇട്ടേക്കണത്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ അവർ ഇപ്പോൾ ഇരുന്ന് ഉണ്ടാക്കിയതാണോ എന്ന് വെച്ച് ഞെട്ടിപ്പോവും. ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഒരു വണ്ടി പോലെ കിടപ്പുണ്ടായിരുന്നു. ഇത് ഞാൻ 360 എടുത്തതാണ്. ആ വണ്ടിയുടെ അടുത്തുനിന്ന് 360 തിരിഞ്ഞാൽ പുത്തമ്പള്ളിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതിങ്ങനെ കാണാം പുത്തമ്പള്ളി. അവിടെ ട്രീ ഉണ്ടായിരുന്നു, വൈറ്റ് ട്രീ. പിന്നെ പുത്തമ്പള്ളി മുകളിൽ റെഡ് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാറിൻ്റെ മത്സരത്തിൻ്റെ സ്റ്റാർസാണത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ട്രീ പോലെ തന്നെ സ്റ്റാറിൻ്റെയും നല്ല രസമുണ്ടായിരുന്നു. പല 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 കളറിൽ പല പല ടൈപ്പ് സ്റ്റാറുകൾ. ഞങ്ങൾ പോയപ്പോൾ കറക്റ്റ് പ്രസംഗത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പുത്തമ്പള്ളിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലൂർദ് പള്ളി എത്തിയിരിക്കുന്നു. ലൂർദ് പള്ളിയിലും പുത്തമ്പള്ളിയിൽ കണ്ട പോലെ തന്നെ സ്റ്റാർസ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർ മത്സരത്തിൻ്റെ. പിന്നെ അവിടെ മറ്റേ കൂപ്പണം കണ്ടെടുത്തതിൻ്റെ സമ്മാനങ്ങൾ വെച്ച് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. കുർബാനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സമ്മാനം കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ലൂർദ് പള്ളിയിലേക്ക് എത്തിയത്. അപ്പോൾ പുത്തമ്പള്ളിയിൽ വെള്ള ട്രീ ആണെങ്കിൽ ഇവിടെ പച്ച ട്രീ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഈ സ്റ്റാർസ് ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഒരു ഇഗ്ലു പോലത്തെ കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഈ ലൂർദ് പള്ളിയിൽ നിന്ന് ഇറങ്ങണതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റാർസൊക്കെ കണ്ടു. അവിടെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സൂം ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. കണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ 3 കോളം പോലെ ആയിട്ട് അതിൽ ആ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ആ സ്റ്റാറിന്. പക്ഷെ സൂം ചെയ്ത് നമ്മൾ അടുത്തേക്ക് പോയി നോക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടെന്നുള്ളത്. ഇനിയും വേറെ കുറേ സ്റ്റാർസ് ഉണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടിട്ടുണ്ട് അവർ ഏത് സ്റ്റാറിനാണ് പ്രൈസ് എന്നൊക്കെ. പിന്നെ അതുപോലെ ട്രീയുടെ മത്സരം ഉണ്ടായിരുന്നു. ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അവിടെ പ്രൈസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 4 കോമ്പറ്റീഷൻസിൻ്റെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതൊന്ന് പറയുകയാണ്. അതിൻ്റെ അർഹരായവരും മുന്നോട്ട് കടന്നു വന്ന് ക്യാഷ് പ്രൈസ് വിഭാഗം സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ട് ട്രീ കോമ്പറ്റീഷനാണ്. അത് 1 സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഓൺട്രപ്രനേഴ്സ് അസോസിയേഷൻ. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കണ്ട, ഇതാണ്ടാ ഈ ഗ്ലൂവിൻ്റെ ഉള്ളിലുള്ളത്. ഉള്ളിൽ പുൽക്കോട് സെറ്റ് ചെയ്തേക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ ഉണ്ണീശ്വരനെ വെച്ചിട്ടുണ്ട്. ഉണ്ണീശ്വരൻ നമുക്ക് തൊട്ടുമുത്താം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ ഗായ്സ്? നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഉള്ള പരിപാടി കാണാൻ വേണ്ടി പോവാണ്. വേടൻ്റെ പരിപാടി 25th വൈകുന്നേരമാണ് വേടൻ്റെ പരിപാടി. അപ്പോൾ 24th രാത്രിയിലാണ് നമ്മൾ ഈ ചേർച്ചൊക്കെ വിസിറ്റ് ചെയ്തിട്ട്. അതായത് 25th ആയി മോർണിംഗ് പുലർച്ചെ. ഇനിയിപ്പോൾ വേടൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ തിരക്കാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോയിൽ ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ആ ഭാഗത്തൊക്കെ നിറച്ച് വണ്ടികൾ ഇങ്ങനെ വെച്ചേക്കാണ്. നമുക്ക് വണ്ടി കഴിക്കാൻ വേണ്ടി തന്നെ കുറേ കയറി പോകേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ പരിപാടിക്ക് എത്തി. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, പൂരത്തിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ തിരുമാലിയുടെ പരിപാടി നടക്കുകയാണ്. ഇന്ന് തിരുമാലിയുടെ ഉണ്ട്, വേടൻ്റെ ഉണ്ട്, പിന്നെ വേറെ ഏതൊരു ബാൻഡിൻ്റെ ഉണ്ടായി, ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ തിരുമാലയുടെ ആണ്. ആ സമയത്താണ് ഞങ്ങൾ എത്തിയത്. തിരുമാലയുടെ കഴിഞ്ഞു. അടുത്തത് വേടൻ്റെ എൻട്രിയാണ്.
ഇത് ദേ വേടൻ്റെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോണ ആൾക്കാരാണ്ടാ. ശരിക്കും വേടൻ തൃശ്ശൂർ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം, അത്ര തിരക്കുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ബോൾനത്താലയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. 27th ബോൾനത്താല ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പഴയ ഉഷാറൊന്നുമില്ല പിള്ളേർക്ക്. ഞാനൊക്കെ 2017 കളിച്ചിട്ടുള്ളതാണ് ബോൾനത്താലൊക്കെ. ഞാനിങ്ങനെ ഓർമ്മകളൊക്കെ അയവർക്കായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്തുണ്ടായിരുന്ന അത്ര എനർജി ഒന്നും ഇല്ലാന്നേ പിള്ളേർക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ. പിന്നെ ഈ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവര് ചുമ്മാ റീലായിട്ട് സെർച്ച് ചെയ്താലും മതി ഇൻസ്റ്റഗ്രാമിൽ. ഇപ്പോൾ ബോൾനത്താലി 2024 അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ മിക്കവാറും ഇവർ പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം അത്രയധികം ആൾക്കാർ വീഡിയോയും റീലും ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതിലെങ്കിലൊക്കെ ഇവർ എന്നാലും പെടും. ലൈറ്റ് മേത്തിട്ട് കളിക്കുന്ന കുട്ടികൾ, ലൈറ്റ് തലയിലിട്ട് കളിക്കുന്ന കുട്ടികൾ, പാവാടിട്ട് കളിക്കുന്ന കുട്ടികൾ. പക്ഷെ എന്തൊക്കെയാ. ഈ ചേട്ടൻ കൊണ്ടുപോയി ഇത്തവണത്തെ ബോൾനത്താഴ. അവിടെ പിള്ളേർ കളിക്കുന്നു, ഇവിടെ ചേട്ടൻ കളിക്കുന്നു. ആഹാ, എന്ത് രസം. അങ്ങനെ നടന്ന് വന്നപ്പോ ദേ നിൽക്കണ് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ കൂട്ടം നെറ്റി ആട്ടുംകുട്ടിയുടെ പോലെ ഇട്ടിക്ക് നടക്കുന്നു. അപ്പൊ പുള്ളി സെൽഫിക്കും ഇതിനൊക്കെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടാ. സ്വന്തം താടിയും മീശയൊക്കെയാണെന്ന് തോന്നുന്നു. അതിന്റെ പത്രാസൊന്നുമില്ല. പിന്നെ ദേ നിറച്ച് ടേബിളുകൾ, അറഞ്ചം പുറഞ്ചം ടാബ്ലോസ്. ഇതേ കഥകളിയുടെ ടാബ്ലോ ആയിരുന്നു. അത് അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, കഥകളിയുടെ ടാബ്ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കഥകളിയുടെ ടാബ്ലോയുടെ പിന്നിൽ മീൻ കച്ചവടം ഉണ്ടായിരുന്നു. ഇത് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു 2 തീമായിരിക്കും. അതായിരിക്കും അങ്ങനെയൊക്കെ ആശ്വസിക്കാം. ഇത് നമ്മൾ പുത്തമ്പള്ളി കണ്ട വണ്ടിയാണ്ട. പിന്നെ ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മോന്ത, ലൈക്ക് മുഖം. ബാക്കിൽ മാജിക് മഷ്റൂം. ഇത് ഏതൻ തോട്ടമായിരുന്നു സത്യം പറഞ്ഞ ഹൈലൈറ്റ്. ആദം ഹൗവ ഏതൻ തോട്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ടാബ്ലോ ആയിരുന്നു. ലൈക്ക് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ടാബ്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യത്തിൻ്റെ മുഖമൊന്നും ശരിക്കും കാണണ്ടായില്ല. ഹൗവേനെ ശരിക്കും കാണാമായിരുന്നു വീഡിയോസിലൊക്കെ. ഇത് ഈ ഹാർട്ടിൽ കത്തി കുത്തി ഇറക്കിയേക്കണം. അവിടെ അതിലൊരു കൊച്ചിൻ്റെ പടമുണ്ട്. എനിക്ക് തോന്നുന്നത് അബോർഷന് എതിരായിട്ടുള്ള ടാബ്ലോ ആയിരിക്കും. അതിൻ്റെ ബാക്കിലായിട്ട് ആനയും താഴെ ആൾക്കാരിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഇരിക്കണ പുള്ളിക്ക് എൻ്റെ മുന്നേ എക്സ്പ്രഷൻ പോലും ഇടാണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ടാബ്ലോയ്ക്ക് മാർക്കുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു മറ്റേ വയനാട്ടിൽ രക്ഷിച്ചില്ലായിരുന്നു ആന ഒരു ഫാമിലീനെ. അതിൽ ഒരു ചേട്ടനൊന്നും ഉണ്ടായില്ല, ഒരു അമ്മയും മക്കളായിരുന്നില്ല. അമ്മയും മക്കളും താഴെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചേട്ടൻ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. അഡീഷണറി അവരിരിക്കണത് അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, ഇൻഡിക്കേഷനാണെന്ന് തോന്നുന്നു. പിന്നെ അതേ ഈശോൻ്റെ ഉയർപ്പുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കാലൊക്കെ കഴിച്ചു തോന്നുന്നുണ്ട് ഭടന്മാരുടെ. കുറേ പേരായി ഇങ്ങനെ നിൽക്കുന്നു മാറാൻ. ഇപ്പുറത്ത് തന്നെ അടുത്ത ടാബ്ലോട് ഞാനിവിടെ തിരിയുമ്പോഴാണ് കാണുന്ന ടാബ്ലോൻ്റെ പിന്നിലേക്ക് എത്തി. എന്നിട്ട് ഇപ്പുറത്ത് മറ്റേ നല്ല സമറിയാക്കാരനല്ല, സമറിയാക്കാരെ രക്ഷിക്കാണല്ലോ. ഈ രോഗി ഇത് അപകടം പറ്റിയ ആള് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിലത്ത് കിടപ്പായി, ഇരുന്ന് ചാരി കിടന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് ടാബ്ലോയിട്ട് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഇത് നമ്മൾ ലൂർദ് പള്ളിയിൽ കണ്ടതാണ്, ഈ ഹെലികോപ്റ്റർ. ആ ചേട്ടൻ നല്ല ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഔസപിതാവും മാതാവും ഉണ്ണീശോയൊക്കെ നക്ഷത്രം. പിന്നെ അതേ അടുത്ത ടാബ്ലോ, കുറേ ടാബ്ലോ ഉണ്ടായി, 10-21 ടാബ്ലോ അങ്ങനെ ഉണ്ടായിരുന്നു, പല 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 തീമുകൾ. പിന്നെ അതേ മുണ്ടും കുപ്പായം എടുത്ത ചേച്ചിമാർ ഡാൻസ് കളിച്ച് കൊണ്ടായിരുന്നു. അവരുടെ പിന്നിൽ പൂമ്പാറ്റേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുത്തമ്പള്ളിയിലായിരുന്നു തോന്നുന്നത്, ഏതൊരു ഇതിൽ കണ്ടായിരുന്നു. പിന്നെ അടുത്ത ടാബ്ലോ, ഇത് ആരെയൊക്കെ നിൽക്കാണ്ട് ഒരു ചേച്ചിക്ക് ഞാൻ ടാറ്റ കൊടുത്തിട്ട് പോലും പുള്ളിക്കാർ തിരിച്ച് ടാറ്റ തന്നില്ല. എനിക്ക് തോന്നുന്നു ടാബ്ലോക്ക് മാർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ആവണ്ടെന്നൊക്കെ വെച്ചിട്ടായിരിക്കും. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്, ആൾക്കാർ നിൽക്കണത് കാണാനായിട്ട്. പിന്നെ ഇത് മറ്റേ വയനാട്ടിലെ ഇതുണ്ടായല്ലോ, മലയിടിച്ചിലൊക്കെ ഉണ്ടായല്ലോ,
അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി. ആ പട്ടി കിടക്കണമെന്നൊക്കെ ശരിക്കും അവിടെ ഉണ്ടായ ഒരു സീൻ പോലെ തന്നെ തോന്നി നമുക്ക്. തേരിക്കുട്ടി ബലൂൺ പിടിച്ചിരിക്കും എല്ലാവരും കാര്യം. അതെ, പിന്നെ ക്രിസ്മസ് കൂടാണെന്ന് തോന്നുന്നു. ട്രീയും കൂടൊക്കെ ആയിട്ട് അങ്ങനെ വലിയൊരു കൂടാണ്. അങ്ങനെ നടന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതാണ് ശരിക്കും പോകുന്ന തള്ളയുടെ തുടക്കം. പിതാവൊക്കെ നടക്കണുണ്ട്. ഇതാണ് ശരിക്കും തുടക്കം. തുടക്കത്തിൽ തന്നെ കണ്ട വീൽ ചെയറിലുള്ള കുറേ അമ്മച്ചിമാരപ്പച്ചമാരൊക്കെ ഉണ്ടായി, കുറേ ചേട്ടന്മാരെ ചേച്ചിമാരൊക്കെ. ഇവരെ കൂടി സെൽഫി എടുക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റില്ല. ഞാൻ ആ ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കൂട്ടം തെറ്റി കുഞ്ഞാട്, ആ അപ്പൻ്റെ കൂടെ എടുത്തായിരുന്നു. പിന്നെ ഒരു മറിയം ഞങ്ങൾക്ക് ഉണ്ണിച്ചോനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടഴിഞ്ഞ പോലെ ഇങ്ങനെ നടക്കണത് ഇവിടേക്ക് അങ്ങാണ്ട് നോക്കിയിട്ട്. അപ്പം മറിയത്തിൻ്റെ കൂടി സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കുത്തിക്കറ്റാം. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബിനിയുടെ അവിടേക്ക് വന്നു, ബിനി ടൂറിസ്റ്റ് ഹോമിലോട്ട്. അവിടെ ഇപ്പോൾ പഴയ പോലെ നല്ല ഭയങ്കര സെറ്റപ്പായി, അകത്തൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് കുറേ സ്പേസ് ഒക്കെ ആയി, കുറേ ഷോപ്സൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നാടൻ പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് കരോള് നടക്കണോ, അപ്പുറത്ത് നാടൻ പാട്ട് നടക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ നാടൻ പാട്ടിന് വൈബ് ചെയ്യാൻ തുടങ്ങി. സ്റ്റെപ്പൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അവർ കരോളിൻ്റെ സോങ് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ട് ഇറങ്ങാണ്. ഇത് മറ്റേ മേത്തർ ബസാറിൽ നിന്ന് മേടിച്ച കണ്ണാടിയാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭ തൃശ്ശൂർ പട്ടണം